എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ഉണ്ണിമോടെ അയ്യപ്പസ്വാമിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. നമ്മുടെ മുന്നോട്ടുള്ള യാത്രയിൽ നിങ്ങളുടെ സപ്പോർട്ട് ലൈക്കുമാണ് നമുക്ക് ഏറ്റവും കൂടുതൽ പ്രചോദനമായി മാറിക്കൊണ്ടിരിക്കണേ. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ നമ്മൾ കാണുന്ന അനസയെ ഭയങ്കര സന്തോഷത്തില് ഇങ്ങനെ സർപ്പക്കാവിന് പുറത്ത് ഇങ്ങനെ സർപ്പക്കാവിനകത്തേക്ക് നോക്കിക്കൊണ്ടിരിക്കണം. കാരണം ഉണ്ണിമോൾ അതിനകത്തുണ്ട്. ഏത് നിമിഷവും ഇനിയിപ്പോ ഉണ്ണിമോള് മരണപ്പെടും. പരദേവത ഇപ്പൊ തന്നെ ഉണ്ണിമോളുടെ അടുത്തെത്തും. ഉണ്ണിമോളെ എങ്ങനെ കുത്തി ഇല്ലാതാക്കും. അതോടുകൂടി അവളുടെ കാര്യത്തിൽ ഒരു തീരുമാനമാവും. പക്ഷെ അനസൂയയുടെ കണക്കുകൂട്ടലുകളൊക്കെ തെറ്റിച്ചോണ്ട് ആ സമയത്ത് അങ്ങോട്ടേക്ക് ദിവ്യ, നന്ദനെ, അഭിജിത്ത് എല്ലാരും കൂടെ കടന്നു വരുവാണ്. പെട്ടെന്ന് അനസൂയ ഒരു നിമിഷം ഞെട്ടിപ്പോയി. ഉണ്ണിമോളുടെ അടുത്ത് വന്നിട്ട് മീനാക്ഷിന്ന് വിളിക്കുവാണ്. മീനാക്ഷി തിരിഞ്ഞു പോയി കഴിഞ്ഞപ്പോഴത്തേനും അവരെല്ലാം കണ്ട്, ആഹാ നിങ്ങളോ, നിങ്ങൾ എങ്ങനെ ഇങ്ങോട്ട് വന്നേ, ഞാൻ എവിടെയാണെന്ന് നിങ്ങളോട് ആരാ പറഞ്ഞെന്ന് ചോദിക്കും. അതെ, ഗിരിദേവനെ പറഞ്ഞേ മീനാക്ഷി ഇവിടെ ഉണ്ടെന്ന്, അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നേ. അല്ല, എന്തിനാ നിങ്ങൾ ഇങ്ങോട്ട് വന്നത്? അത് പിന്നെ മീനാക്ഷി ഇവിടെ തനിച്ച് നിൽക്കുമായിരിക്കുന്നു. മീനാക്ഷിയുടെ മനസ്സിൽ വിഷമങ്ങൾ കാണുമെന്നും അതുകൊണ്ട് മീനാക്ഷി ഒറ്റപ്പെടുത്തലെന്നൊക്കെ പറഞ്ഞു. അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നേന്ന് പറയണം. അനസോടെ എല്ലാ തന്ത്രങ്ങളും പൊളിഞ്ഞു. മീനാക്ഷി ഇവിടെ നിൽക്കണം, വാ നമുക്ക് പോകാന്നും പറഞ്ഞുകൊണ്ട് ഉണ്ണിമോളെയും കൂട്ടിക്കൊണ്ട് അവരും കൂടെ പോവാണ്. ഒരിക്കലും പ്രതീക്ഷിച്ച കാര്യമല്ല അനസൂയ. കൃത്യസമയത്ത് അവര് വന്നുകൊണ്ട് പരദേവതയ്ക്ക് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. ആ നാഗം അങ്ങനെ തലയും താഴ്ത്തിയും കൂടെ പോവാ. കാരണം ഒന്നും ചെയ്യാൻ പറ്റില്ല, അവരെല്ലാരും കൂടെ ഉള്ളതുകൊണ്ട്. ഈ സമയത്ത് അനസൂയ നാഗത്തെ ഒന്ന് നോക്കി. പെട്ടെന്ന് ആ നാഗം എന്ത് ചെയ്യണം, ഉണ്ണിമോള് പോയ പുറകെ അങ്ങോട്ടേക്ക് പോവാണ്. അങ്ങനെ പോവാനായിട്ടൊരു കാരണമുണ്ട്. അത് പരദേവത മാത്രല്ല, അതിനുള്ളില് യമദേവന്റെ പ്രഭാവമുണ്ട്. അതുകൊണ്ടാണ് ഉണ്ണിമോളെ ഇങ്ങനെ പിന്തുടർന്ന് പോകുന്നത്. ഈ സമയം ഗിരിദേവന്റെ വനമാലിന്റെ അടുത്തേക്ക് യമദേവൻ പ്രത്യക്ഷപ്പെടുകയാണ്. എന്നിട്ട് പറഞ്ഞു, ഇനി എന്താണെങ്കിലും ആ ബാലികയെ രക്ഷിക്കാനായിട്ട് ഇതേ മണികണ്ഠകുമാരന് സാധിക്കില്ല എന്ന് പറയണ. ആ ബാലികയുടെ കയ്യില് ആ ദിവ്യാങ്കുലിയും ഇല്ല, അത് എപ്പോഴോ നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. നവഗ്രഹങ്ങളുടെ അനുഗ്രഹം ഒന്നുമില്ല. അതുകൊണ്ട് ഇനി ഏത് നിമിഷം വേണേലും അത് സംഭവിക്കാന്ന് പറയണ. പിന്നീട് വനമാലിയോട് പറഞ്ഞു, മഹാവിഷ്ണുവിന്റെ അവതാരമായ അങ്ങുന്നിന് ഒന്ന് പറഞ്ഞു കൊടുത്തുകൂടെ മണികണ്ഠകുമാരനോട് ഇനിയെങ്കിലും തന്റെ ഭക്തിയെ രക്ഷിക്കുന്നതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ. കാരണം ഇനി പറ്റില്ല, അവളുടെ സമയം എടുത്തു കഴിഞ്ഞു. എനിക്ക് അവളുടെ ജീവൻ അപഹരിക്കാതിരിക്കാൻ പറ്റില്ല എന്ന് പറയാം. അവളുടെ ജീവനും കൊണ്ടേ ഞാൻ പോകത്തുള്ളൂ പറയാം. എന്നോട് മത്സരിക്കാൻ നിൽക്കില്ലെന്ന് പറയാം. ഇത് കേട്ടതും ഗിരിദേവൻ പറഞ്ഞു, ഞാൻ അങ്ങുന്നോട് മത്സരിക്കാനോ? ഒരിക്കലില്ല. ഞാൻ ആരോടും മത്സരിക്കാനൊന്നുമില്ല. ഞാൻ മത്സരിക്കാൻ വന്നതുമില്ല. പക്ഷെ എന്റെ ഭക്തിയുടെ ആഗ്രഹം നിറവേറ്റി കൊടുക്കാന്നുള്ള എന്റെ ആവശ്യമാണ്. അങ്ങ് അങ്ങയുടെ ജോലി നിർവഹിക്കുന്നു. അതുപോലെ തന്നെ എനിക്ക് എന്റെ ഭക്തിയുടെ ആഗ്രഹം നിറവേറ്റി കൊടുക്കണം. അതിനുശേഷം മാത്രമേ എന്റെ ഭക്തയ്ക്ക് എന്തെങ്കിലും സംഭവിക്കുള്ളൂ. അതുവരെ അവളുടെ ജീവൻ ഞാൻ കാത്തുരക്ഷിക്കുമെന്ന് പറയണം. അങ്ങനെയാണോ? എങ്കിൽ ഞാൻ മണികണ്ഠകുമാരനെ വെല്ലുവിളിച്ചിരിക്കുന്നു. എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ നോക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് യമദേവൻ അങ്ങോട്ട് മായുവാണ്. ഈ സമയം വനമാലി പറഞ്ഞു, ഇനിയിപ്പോ എന്ത് ചെയ്യും മണികണ്ഠകുമാരാ? അവൾക്കുള്ള സമയം ആയിട്ടില്ല. അവൾക്കുള്ള സമയമാകുമ്പോ അതുവരെ നമുക്കൊരു പോംവഴി കണ്ടെത്താന്നൊക്കെ മണികണ്ഠ വനമാലിയോട് പറയുന്നുണ്ട്. പിന്നീട് ഉണ്ണിമോള് ആകെപ്പാടെ വിഷമിച്ചിരിക്കുകയാണ്. ഉണ്ണിമോളുടെ അടുത്തേക്ക് മുത്തശ്ശി വന്നു. മുത്തശ്ശി എന്നിട്ട്, എന്താ ഉണ്ണിമോളെ, ഉണ്ണിമോൾ എന്താ ഉറങ്ങാത്തേന്ന് ചോദിക്കാം. എന്തോ എനിക്ക് ഉറക്കം വരുന്നില്ല മുത്തശ്ശി എന്ന് പറയാം. കാര്യം എന്താ? ഒന്നുമില്ല. ഉണ്ണിമോൾ ഇങ്ങനെ ഓരോന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരുന്നിട്ടല്ലേ ഉണ്ണിമോൾക്ക് ഉറക്കം വരാത്തേ? എന്തിനാ ഇങ്ങനെ ഉറങ്ങാതിരിക്കുന്നേ? ഉറങ്ങാതിരിക്കേണ്ട കാര്യമൊന്നുമില്ല. മോള് കിടന്ന് ഉറങ്ങാൻ പറയാണ്. പക്ഷെ ഉണ്ണിമോളുടെ മനസ്സിനകത്താണെങ്കിൽ വല്ലാത്ത ചിന്തയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. പെട്ടെന്ന് ഉണ്ണിമോള് പറഞ്ഞു, എനിക്കറിയാം ഉണ്ണിമോളുടെ മനസ്സിന്റെ വേദന എന്താന്ന്. അതുകൊണ്ടാ ഉണ്ണിമോളോട് പറഞ്ഞേ, ഉണ്ണിമോൾ ഒന്നും ചിന്തിക്കണ്ട. മുത്തശ്ശി അടുത്തില്ലേ, പിന്നെ ഗിരിദേവനും വാവ എല്ലാം വരുന്നില്ലേ ഉണ്ണിമോളുടെ അരിയിലേക്ക്? വരുന്നുണ്ട് മുത്തശ്ശി, പക്ഷെ ഞാൻ മരിക്കാൻ പോവില്ലെന്ന് ചോദിക്കാം. ഇത് കേട്ടതും ഉണ്ണിമോൾക്ക് ഭയങ്കര വിഷമമായിപ്പോയി. ഉണ്ണിമോള് ചോദിച്ചു, അല്ല ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഒരു പക്ഷേങ്കില് അയ്യപ്പസ്വാമിയോട് പ്രാർത്ഥിച്ചിട്ടല്ലേ എന്റെ അമ്മയ്ക്കും അച്ഛനും ഞാനുണ്ടായത്? അങ്ങനെയാണെങ്കിൽ അയ്യപ്പസ്വാമിക്ക് അറിയാൻ പാടില്ലായിരുന്നോ എന്നെ തന്ന സമയത്ത് എനിക്ക് ഇത്രമാത്രം ആയുസ് ഉണ്ടാവുള്ളൂ എന്നൊക്കെ? അതെന്തുകൊണ്ടാ? അങ്ങനെയാണെങ്കിൽ എന്നെ പിന്നെ ഭൂമിയിലേക്ക് പറഞ്ഞു വരേണ്ട കാര്യം ഉണ്ടായിരുന്നോ മുത്തശ്ശിന്ന് ചോദിക്കുക. ഇത് കേട്ടതും മുത്തശ്ശിക്ക് എന്തും മറുപടി പറയാനും നടത്തില്ല. അത് പിന്നെ നമ്മളല്ലല്ലോ ഉണ്ണിമോളെ, ഈ ഭൂമിയിലെ ആയുസ് നിശ്ചയിക്കുന്ന നമ്മളല്ലല്ലോ എന്ന് പറയാണ്. ഉണ്ണിമോൾക്കറിയാവോ? കാരണം ഓരോരുത്തരെയും ദൈവം ഇങ്ങോട്ട് പറഞ്ഞു വിടുമ്പോ അവർക്ക് ഓരോ ആയുസ് നിശ്ചയിച്ചിട്ടുണ്ട്. ആ സമയമാകുമ്പോ നമ്മളും കൂടെ പോയേ മതിയാവുള്ളൂ എന്ന് പറയാണ്. നാരായണത്തുപരാന്തന്റെ കഥ ഞാൻ ഉണ്ണിമോളോട് പറഞ്ഞു തന്നിട്ടില്ലേ? നാരായണത്തുപരാന്തൻ എവിടെയാ കിടന്നുറങ്ങിക്കൊണ്ടിരുന്നേ? ശ്മശാനത്തിലല്ലായിരുന്നോ? അങ്ങനെ ശ്മശാനത്തിൽ കിടന്നുറങ്ങുന്ന സമയത്ത് ചുടലേശി അവിടെ നൃത്തം ചെയ്യാനായിട്ട് വന്നു. പക്ഷേങ്കില് ചുടലേശിക്ക് നൃത്തം ചെയ്യാൻ പറ്റില്ല. കാരണം നാരായണത്തുപരാന്തൻ അവിടെ കിടന്നുറങ്ങിയതുകൊണ്ട്. അവസാനം ചുടലേശി പറഞ്ഞു അവിടുന്ന് നാരായണത്തുപരാന്തനോട് എണീറ്റ് പോകാൻ ആവശ്യപ്പെടുക. കാരണം മനുഷ്യരുടെ മുന്നില് നൃത്തം ചെയ്യാനായിട്ട് യക്ഷിക്ക് പറ്റില്ല. അതുകൊണ്ട്
പക്ഷേങ്കില് നാരായണത്ത് ഭ്രാന്തൻ എഴുന്നേറ്റ് പോകാനായിട്ട് കൂട്ടാക്കിയില്ല. അവസാനം നാരായണത്ത് ഭ്രാന്തൻ വെറും ഒരാളല്ല, അവൻ എന്തൊക്കെയോ ദിവ്യശക്തി ഉണ്ടെന്നുള്ള കാര്യം, അല്ലെങ്കിൽ അങ്ങനെ ഒരു ശക്തി ഉണ്ടെന്നുള്ള കാര്യം ചുടലേഷിക്ക് മനസ്സിലായി. അവസാനം നാരായണത്ത് ഭ്രാന്തനെ കണ്ടല്ലേ, അത് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നെങ്കിൽ അയാളെ ശപിക്കണം, അല്ലെങ്കിൽ അയാൾക്ക് ഒരു വരം കൊടുക്കണം, ഏതേലും ചെയ്താൽ മതിയാവുള്ളൂ. അവസാനം നാരായണത്ത് ഭ്രാന്തനെ ശപിക്കാനായിട്ട് തോന്നില്ല ചുടലേഷിക്ക്. ചുടലേഷി പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, ഞാൻ നിനക്കൊരു വരം തരാന്ന് പറയാ, നിനക്ക് എന്തു വരാ വേണ്ടേ, നീ എന്നോട് ആവശ്യപ്പെട്ടോളാൻ പറയണം. ഇത് കേട്ട നാരായണത്ത് ഭ്രാന്തൻ ഒന്ന് ആലോചിച്ചിട്ട് പറഞ്ഞു, അതെ, എനിക്ക് എന്റെ ആയുസ് ഒരു നിമിഷം കൂടെ കൂട്ടി തന്നാ മതി എന്ന് പറയാം. ഇത് കേട്ടൻ ചുടലേഷി പറഞ്ഞു, അത് പറ്റില്ല, ആയുസിന്റെ കാര്യമൊക്കെ തീരുമാനിക്കും ഞാനല്ല, അത് മാത്രം എന്നോട് ചോദിക്കരുത്, എനിക്ക് കൂട്ടിത്തരാൻ പറ്റില്ലെന്ന് പറയാം. ഇത് കേട്ടത് നാരായണത്ത് ഭ്രാന്തൻ പറഞ്ഞു, അന്ന് ഒരു കാര്യം ചെയ്യാം, എന്റെ ആയുസിന്റെ ഒരു നാഴിയെ കുറച്ചാൽ മതി എന്ന് പറയാം. അതും എനിക്ക് പറ്റില്ല, പറഞ്ഞല്ലോ, ഈ ആയുസും കൂട്ടുന്നതും കുറയ്ക്കുന്നതിന്റെ ആള് ഞാനല്ല, വേറെ എന്തെങ്കിലും ചോദിച്ചോളാൻ പറഞ്ഞു. അവസാനം വന്നു കഴിഞ്ഞപ്പോ നാരായണത്ത് ഭ്രാന്തന്റെ ഒരു കാലിലെ മന്ത് മറ്റേ കാലിലേക്ക് യക്ഷി മാറ്റി കൊടുക്കുക ചെയ്തേ. അറിയാലോ, അതാ പറഞ്ഞത്, ആയുസ് തീരുമാനിക്കുന്ന നമ്മളല്ലെന്ന് പറയണം. അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരു സംശയം ചോദിച്ചോട്ടെ മുത്തശ്ശി, ഇപ്പോഴും മാർക്കണ്ഡേയൻ ജീവിച്ചിരിപ്പണെന്നല്ലേ പറയപ്പെടുന്നേ? മുത്തശ്ശി പറഞ്ഞിട്ടില്ലേ മാർക്കണ്ഡേയന്റെ കഥ എന്നോട്? അപ്പോഴതെങ്ങനെ ശരിയാവുമെന്ന് ചോദിക്കാം. ഇത് കേട്ടതും മുത്തശ്ശി പറഞ്ഞു, അത് ശരിയാ ഉണ്ണിമോള് പറഞ്ഞേ, മാർക്കണ്ഡേയൻ 16 വയസ്സ് വരെയായിരുന്നു ആയുസ് ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ 16ാമത്തെ വയസ്സായി കഴിഞ്ഞപ്പോഴത്തേനും കാലൻ മാർക്കണ്ഡേയന്റെ ജീവൻ എടുക്കാനായിട്ട് വന്നു. പക്ഷേങ്കില് കാലപാശം ശിവലിംഗത്തിൽ ഉടക്കിയതുകൊണ്ട് മാർക്കണ്ഡേയന്റെ ജീവൻ എടുക്കാനായിട്ട് കാലിന് സാധിച്ചില്ല. പക്ഷേങ്കില് ശിവഭഗവാൻ എന്ത് ചെയ്തു, കാലിനെ ഭസ്മമാക്കി കളഞ്ഞെന്ന് പറയാം, 3-ാം കണ്ണ് തുറന്ന്. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും മാർക്കണ്ഡേയൻ ജീവൻ അപഹരിക്കാൻ കഴിഞ്ഞില്ലല്ലോ. പിന്നീട് ശിവഭഗവാൻ മാർക്കണ്ഡേയനെ അനുഗ്രഹിച്ചു, എന്നും 16 വയസ്സോട് കൂടിയിട്ട് നീ ഇങ്ങനെ ജീവിക്കട്ടെ എന്ന് പറഞ്ഞ് അനുഗ്രഹിച്ചു. പിന്നീട് കാലൻ പുനർജനിച്ചെങ്കിലും പക്ഷേങ്കില് ശിവന്റെ അനുഗ്രഹം ഉള്ളതുകൊണ്ട് മാത്രം മാർക്കണ്ഡേയനെ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറയാം. ഈ കഥയെല്ലാം കേട്ടിട്ട് ഉണ്ണിമോൾ ആകെപ്പാടെ വിഷമിച്ചിരിക്കുകയാണ്. ഉണ്ണിമോളുടെ മനസ്സിലേക്ക് പല രൂപങ്ങളും ഇങ്ങനെ കടന്നു വരുവാണ്. അപ്പോഴേക്കും വിനോദ് അങ്ങോട്ട് വന്നു. വിനോദ് വന്നിട്ട്, ചാഹാ, ഇതുവരെയായിട്ട് ഉറങ്ങിയില്ലേ മോളെന്ന് ചോദിക്കാം. ഇല്ല അച്ഛാ, എനിക്ക് ഉറക്കം വന്നില്ലെന്ന് പറയാം. അതെന്താ മോൾക്ക് ഉറക്കം വരാത്തെ എന്ന് ചോദിച്ചോണ്ട് ഉണ്ണിമോളെ ചേർത്ത് പിടിക്കുകയാണ്. വിനോദിന്റെ കണ്ണ് നിറഞ്ഞു വന്നു. മുത്തശ്ശി പെട്ടെന്ന് പറഞ്ഞു, നീ എന്തിനാ വിനോദേ ഉണ്ണിമോളുടെ മുന്നിൽ സങ്കടപ്പെടുന്നേ? ദേ, ഉണ്മോളുടെ മുന്നിൽ സങ്കടപ്പെട്ട് ഇങ്ങോട്ട് വന്നിരിക്കല്ലെന്നൊക്കെ പറയണം. എങ്ങനെ സങ്കടം വരാതിരിക്കും അമ്മേ? ഓരോ കാര്യങ്ങളൊക്കെ ഓർത്തിട്ടുണ്ടെങ്കിൽ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ലെന്ന് പറയാണ്. ഇത് കേട്ടത് മുത്തശ്ശി പറഞ്ഞു, ഇപ്പൊ ഒന്നിനെ കുറിച്ച് ആലോചിക്കണ്ടെന്ന് പറയാണ്. പെട്ടെന്ന് വിനോദ് പറഞ്ഞു, എനിക്ക് പിന്നെ ആരെ കുറിച്ച് ആലോചിക്കാനുള്ളത്, എനിക്കിന്റെ മോളെ കുറിച്ചല്ലേ ആലോചിക്കാനുള്ളതെന്ന് പറയാണ്. ഉണ്ണിമോള് പറഞ്ഞു, അതെ, അച്ഛനും മുത്തശ്ശി ആരും വിഷമിക്കണ്ട, എനിക്കൊരു വിഷമവും ഇല്ലെന്ന് പറയണ. എന്റെ മനസ്സിലൊരു ആഗ്രഹം ഉണ്ടെന്ന് പറയാണ്. എന്താഗ്രഹം? അത് മുമ്പേ തൊട്ട് ഞാൻ ആലോചിച്ച കാര്യമാണ്. എനിക്കൊരു ആഗ്രഹമുണ്ട്, പക്ഷെ അത് ഒരിക്കലും നിങ്ങളെ കൊണ്ട് ആരെ കൊണ്ട് സാധിച്ചു തരാൻ പറ്റില്ലെന്ന് പറയാം. ഇത് കേട്ട വിനോദ് പറഞ്ഞു, മോളുടെ ആഗ്രഹം എന്താ? മോളുടെ ആഗ്രഹം എന്താണെങ്കിലും പറഞ്ഞു, ഈ അച്ഛൻ സാധിച്ചു തരുമെന്ന് പറയണം. അച്ഛൻ അത് സാധിച്ചു തരാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അതെന്താ അങ്ങനെ പറഞ്ഞേ? എന്റെ ആഗ്രഹം അത്ര ചെറിയ ആഗ്രഹമൊന്നും അല്ലെന്ന് പറയണം. മോള് കാര്യം പറ. ഇത് കേട്ടത് ഉണ്ണിമോള് പറഞ്ഞു, അതെ, ഞാൻ ഒരു പ്രാവശ്യം കിടന്ന് ഉറങ്ങണ സമയത്ത് എന്റെ സ്വപ്നത്തില് പുലിപ്പുറത്ത് കയറി വരുന്ന അയ്യപ്പസ്വാമിനെ ഞാൻ കണ്ടായിരുന്നു. പക്ഷെ അയ്യപ്പസ്വാമിക്ക് ഗിരിദേവന്റെ മുഖമായിരുന്നു. എനിക്കത് കാണണമെന്ന് ആഗ്രഹം ഉണ്ടെന്ന് പറയാ. ഇത് കേട്ടത് മുത്തശ്ശിയും വിനോദവും ഒക്കെ ഞെട്ടി. മോൾ എന്തായി പറയണെന്ന് വെക്കും. അതെ, ഗിരിദേവന്റെ മുഖമായിരുന്നു അയ്യപ്പസ്വാമിക്ക് ഞാൻ കണ്ടേ. എനിക്കറിയാം അങ്ങനെ ഒരിക്കലും കാണാൻ സാധിക്കില്ലെന്നറിയാം. പക്ഷെ എനിക്ക് ശബരിമല പോവാണെങ്കിൽ അയ്യപ്പസ്വാമിനെ കാണാൻ പറ്റൂലോ. എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. ഒരുപക്ഷെ ഞാൻ മരിക്കുന്നതിന് മുമ്പ് എനിക്ക് ശബരിമല പോയി അയ്യപ്പസ്വാമിനെ കാണണമെന്ന്. എന്റെ ആ ആഗ്രഹം സാധിച്ചു തരില്ലെന്ന് ചോദിക്കുക. ഇത് കേട്ടോ വിനോദ് പറഞ്ഞു, ഇതാണോ? ഉറപ്പായിട്ടും ഞാൻ മോളുടെ ആഗ്രഹം സാധിച്ചു തരും. ഒരു കാര്യം ചെയ്യാം, നാളെ തന്നെ മോള് മാല ഇട്ടോ. നാളെ മോൾക്ക് വേണ്ടുന്ന സാധനങ്ങളൊക്കെ അച്ഛൻ വാങ്ങിച്ചോണ്ട് വരാം. നമുക്ക് രണ്ടുപേർ കൂടെ മലയ്ക്ക് പോവാം. മോൾക്ക് അയ്യപ്പ ദർശനം നടത്തുകയും ചെയ്യാന്ന് പറയണം. അങ്ങനെ സന്തോഷത്തോടെ ഉണ്ണിമോൾ ഇരുന്ന് കഴിയുമ്പത്തേനും വിനോദ് പറഞ്ഞു, മോളിനി കിടന്ന് ഉറങ്ങിക്കോളാൻ പറയണം. അങ്ങനെ ഉണ്ണിമോളെ അവിടെ ഉറക്കിയിട്ടാണ് വിനോദ് മുറിയിലേക്ക് പോണേ. പിറ്റേ ദിവസം ആയി കഴിഞ്ഞപ്പോഴത്തേന് അനസി ഇങ്ങനെ ആലോചിച്ചോണ്ടിരിക്കുക, എന്തെങ്കിലും ഉടനെ ചെയ്തേ മതിയാവുള്ളൂ. അവള് മലയ്ക്ക് പോയിട്ടുണ്ടെ ശരിയാവത്തില്ല. അവള് മലയ്ക്ക് പോയിട്ടുണ്ടെ കൂടെ വിനോദേട്ടനും പോകും. അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ താൻ ഉദ്ദേശിച്ച പോലെ കാര്യം നടത്താൻ പറ്റില്ല. പരദേവതയ്ക്ക് അവളെ ഇല്ലാതാക്കാനായിട്ട് പറ്റില്ല. വിനോദേട്ടൻ ഉണ്ടെങ്കിൽ വിനോദേട്ടൻ മിക്കവാറും നാഗത്തെ കാണും, അതിനെ അടിച്ചു കൊല്ലുക തന്നെ ചെയ്യും. അപ്പൊ താൻ ഉദ്ദേശിച്ച പോലെ കാര്യങ്ങളും നടക്കില്ല. അപ്പൊ എന്താ ചെയ്യണ്ടേ? എന്തേലും ഒരു വഴി കണ്ടെത്തണം. പെട്ടെന്നൊരു ഐഡിയ മനസ്സിലേക്ക് വരുവാണ്. അപ്പോഴേക്കും വിനോദ് അങ്ങോട്ടേക്ക് വന്നു. വിനോദ് കവറൊക്കെ ആയിട്ട് വന്നേ. വിനോദ് പറഞ്ഞതേ, ഉണ്ണിമോൾ എന്തേ? ഇത് ഉണ്ണിമോളൊക്കെയുള്ള ഉടുപ്പൊക്കെയാന്ന് പറയണേ. അങ്ങനെ അത് കൊടുത്തു കഴിഞ്ഞപ്പോ അനസൂയ അത് വാങ്ങി തുറന്നു നോക്കുവാണ്. ഉണ്ണിമോൾക്ക് ഇടാനുള്ള കറുത്ത ഡ്രസ്സുണ്ട്, ആ കൂടെ മുണ്ടുണ്ട്, 2 മാലയൊക്കെ ഉണ്ട്. അല്ല ഇതൊക്കെ ആർക്കാ? ഒന്നും അറിയത്തില്ലാത്തവിടെ അനസൂയ ചോദിക്കണം. അതെനിക്ക് ഉണ്ണിമോളുടെ കൂടെ ആരെങ്കിലും ഒരാൾ പോണ്ടേ, അതുകൊണ്ട് ഞാൻ പോകാൻ തീരുമാനിച്ചെന്ന് പറയണേ. വിനോദേട്ടൻ പോവാനോ? വിനോദേട്ടൻ പോയ ഇവിടുത്തെ കാര്യങ്ങൾ ആരും നോക്കും? ഇവിടെ എന്ത് കാര്യമുള്ളത് ഇപ്പൊ പ്രത്യേകിച്ച്? അത് പിന്നെ ഞാൻ സർപ്പക്കാവില് ഒരു പൂജയ്ക്ക് പറഞ്ഞിട്ടുണ്ട്, ഉണ്ണിമോളുടെ ആയുസിന് വേണ്ടിയിട്ടാ.
അപ്പൊ ആ പൂജ തീരുന്നോടം വരെ ഒരാൾ കളത്തിലിരിക്കണമെന്ന് പറയാ. അതിനിപ്പോ എന്താ കുഴപ്പം, നീ ഇരുന്നാ മതിയല്ലോ, നിനക്ക് ഇരിക്കാലോ എന്ന് പറയാ. ഞാനിരുന്നാ ശരിയാവത്തില്ല. അതെന്താ? ഉണ്ണിമോളുടെ അച്ഛനും അമ്മയും വേണം ഇരിക്കാനായിട്ടെന്ന് പറയാം. അതിനിപ്പോ അമ്മയല്ലേ നീ, ഞാൻ രണ്ടാനമ്മയല്ലേ വിനോദേട്ടാ, ഞാൻ ഇരുന്നാ എങ്ങനെ ശരിയാവുന്നേ, സ്വന്തം അച്ഛനും അമ്മയും ആരെങ്കിലും ഒരാൾ വേണമെന്ന് പറയാ. ഇത് കേട്ടും വിനോദ് പറഞ്ഞു, അത് ശരിയാകത്തില്ല, ഉണ്ണിമോളെ തന്നെ വിടാൻ പറ്റില്ല എന്ന് പറയാ. അതിപ്പോ വിനോദേട്ടൻ എന്തിനാ പേടിക്കണേ? അമ്പലത്തില് ദിവസേന ശബരിമലയ്ക്ക് വന്ന് എത്രയോ ആൾക്കാരുണ്ട്, എത്രയോ സ്വാമിമാരുണ്ട്. അവരുടെ ആരുടെയെങ്കിലും ഉണ്ണിമോളെ ഏൽപ്പിച്ച് പറഞ്ഞു വിട്ടാ പോരെ. അതിൽ ആരെങ്കിലും ഒക്കെ വിനോദേട്ടൻ അറിയുന്നതായിരിക്കില്ലേ, അവരോട് പറഞ്ഞു വിട്ടാ പോരെന്ന് ചോദിക്കാം. എന്നാലും അനസൂയെ, അത് ഞാൻ ഉണ്ണിമോൾക്ക് വേണ്ടിയല്ലേ ഈ പൂജകളൊക്കെ നടത്തുന്നേ. ഇപ്പൊ വിനോദേട്ടൻ ഇരുന്നില്ല എങ്ങനെയാ ശരിയാന്നേ. അന്നൊരു കാര്യം ചെയ്യാം, ഞാൻ അമ്മേനെ ഏർപ്പാടാക്കിയല്ലോ, അമ്മേനെ ഇരുത്താന്ന് പറയാ. പെട്ടെന്ന് അനസൂയക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അനസൂയ പറഞ്ഞു, അമ്മേനെ ഇരുത്തിയിട്ട് കാര്യമില്ല, ഒന്നാമത്തെ കാര്യം അമ്മയ്ക്ക് വയ്യ, അതിനേക്കാൾ ഉപരി അച്ഛനും അമ്മ വേണമെന്നാ തിരുമേനി പറഞ്ഞ്. അപ്പൊ അതുകൊണ്ട് അച്ഛനും അമ്മ ആരിലും ഒരാൾ വേണം, അമ്മയില്ലല്ലോ, അതുകൊണ്ട് ഇനിയിപ്പൊ അച്ഛൻ തന്നെ വേണമെന്ന് പറയാം. വിനോദ് വല്ലാത്തൊരു ബുദ്ധിമുട്ടല്ലേ. അപ്പോഴാണ് ഉണ്ണിമോളും ദേവകിയമ്മയും കൂടെ വരുന്നത്. വന്നു കഴിഞ്ഞപ്പോ തന്നെ അനസൂയ തന്റെ കയ്യിലിരിക്കുന്ന കറുത്ത ഡ്രസ്സെല്ലാം ഉണ്ണിമോൾ കൊടുത്തിട്ട് ഉണ്ണിമോൾ ഈ വേഷം മാറ്റി വരാൻ പറയാണ്. അങ്ങനെ ഉണ്ണിമോള് വേഷം മാറ്റാനായിട്ട് അങ്ങോട്ട് പോയി. ഈ സമയം മുത്തശ്ശി പറഞ്ഞു, അല്ല മോനെ, നാളെ മലയ്ക്ക് പോയിട്ടാണെങ്കിൽ അവളുടെ കൂടെ നീ പോയില്ലെന്ന് ചോദിക്കുക വിനോദിനോട്. വിനോദ് പറഞ്ഞു, എനിക്ക് പോകാൻ പറ്റില്ല അമ്മേന്ന് പറയണം. എന്താ മോനെ നീ അങ്ങനെ പറഞ്ഞേ? അല്ല പിന്നെ ഞാൻ പോയിട്ടുണ്ടെങ്കിലേ ഇവിടെ എന്തൊരു പൂജ നടത്തുന്നുണ്ട് ഇവള്, അപ്പൊ ഞാൻ മുഴുവൻ സമയം കളത്തിലിരിക്കണമെന്ന്. ആ പൂജ എന്ന് പറഞ്ഞാൽ ഒരു ദിവസമല്ല, ഉണ്ണിമോൾ ക്ഷേത്രത്തിൽ പോയിട്ട് തിരികെ വരുന്നോടം വരെയാണ് ആ കളത്തിലിരിക്കണ്ടേ, അതിനും എഴുന്നേറ്റ് പോകാനും പാടില്ല. അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോഴത്തേനും മുത്തശ്ശി പറഞ്ഞു, അയ്യോ ഇനിയിപ്പോ എന്ത് ചെയ്യും, ഉണ്ണിമോളെ ആരുടെ കൂടെ പറഞ്ഞു വിടുമെന്ന് ചോദിക്കാം. എനിക്കാണ് പോകാനും വല്ലോ, എന്റെ കാര്യം വയ്യാത്താണല്ലോ എന്ന് പറയാ. അനസൂയ പറഞ്ഞു, അതിനിപ്പോ എന്താ കുഴപ്പം, ഏതെങ്കിലും സ്വാമിമാര് പോകുന്നോടെ പറഞ്ഞു വിടാമേ, അമ്മ വിഷമിക്കണ്ടെന്നൊക്കെ പറഞ്ഞ് അനസൂയ അങ്ങോട്ട് സോപ്പിടുവാണ്. ആ സമയം ഉണ്ണിമോള് ഒരുങ്ങി അങ്ങോട്ട് വന്നു. ഉണ്ണിമോള് വന്നു കഴിഞ്ഞപ്പോഴത്തേനും പെട്ടെന്ന് വിനോദ് പറഞ്ഞു, എന്നാ നമുക്ക് ഇറങ്ങിയാലോ എന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ഉണ്ണിമോള് പറഞ്ഞു, അതെ ഞാൻ ശിവലിംഗത്തിന് അവിടെ നിന്ന് അടിച്ചു തൂത്ത് വൃത്തിയാക്കിയിട്ട് വരാം, എന്നിട്ട് പോയാൽ മതി എന്ന് പറയാണ്. അങ്ങനെ ഉണ്ണിമോൾ അങ്ങോട്ടേക്ക് പോകാൻ തുടങ്ങുമ്പോഴത്തേനും മുത്തശ്ശി പറഞ്ഞു, അവളെ തന്നെ വിടാനോ, ഒരു കാര്യം ചെയ്യാൻ അനസൂയ നീയും കൂടെ ചെല്ലാൻ പറയണം. അനസൂയ മനസ്സിലോർത്തു, ഒരു പക്ഷേങ്കില് ഇനിയിപ്പോ പൂജ മുടക്കാനായിട്ട് എന്തേലും പണിയാണോ അത്, പറയാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ ഉടനെ തന്നെ താനും അങ്ങോട്ട് ചെല്ലണം. ഇനിയിപ്പോ ഇവള് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തേലും കാരണം പറഞ്ഞ് ഈ പൂജ അങ്ങോട്ട് ഒഴിവാക്കണം, അതൊക്കെയാണെങ്കിൽ വേണ്ടത്. അങ്ങനെ ചില തന്ത്രങ്ങളൊക്കെ അനസൂയ മെനയുവാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മളിന്ന് കണ്ടത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് നാളത്തെ പ്രമോ വിശേഷത്തിൽ വരാട്ടോ. അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം ആശംസിച്ചു നിർത്തുന്നു. നന്ദി.